സംസ്ഥാനത്തെ ആദിവാസികളുടെ വായ്പ എഴുതിത്തള്ളുന്നതിന്റെ മറവിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ കുടുംബവും സ്റ്റാഫും തട്ടിയെടുത്തത് 1.5 കോടിയിലധികം രൂപ. ബജറ്റിലെ മാണിയുടെ പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിൽ തിരുത്തിച്ചാണ് അഴിമതി നടത്തിയത്. കുടുംബത്തിനു വേണ്ടി ട്രൈബൽ വകുപ്പിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പിന്റെ മുഴുവൻ രേഖകളും ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുകയാണ്. തോൽക്കുന്ന ജനത റിപ്പോർട്ടിലേക്ക് ആദ്യം. ഈ ആനുകൂല്യം പട്ടികവർഗക്കാർക്ക് കൂടി ബാധകമാക്കുന്നതാണ്. ഇതിനായി 2 കോടി രൂപ നീക്കിവെക്കുന്നു. പട്ടികവർഗക്കാരുടെ 2010 വരെയുള്ള ലോണുകൾക്ക് കടാശ്വാസം നൽകിക്കൊണ്ടുള്ള 2014 ബജറ്റ് പ്രസംഗം. ഇനി പദ്ധതിയുടെ നടത്തിപ്പ് തീരുമാനിച്ച് 2015 സെപ്റ്റംബർ 9 മന്ത്രിസഭാ തീരുമാനം കേൾക്കുക. 1 ലക്ഷം രൂപ വരെ വായ്പാ ഇളവ് 1/4/2006 മുതൽ 31/3/2014 വരെ കാലയളവിൽ 2010 എന്നത് മാറ്റി 2014 മാർച്ച് 31 വരെയുള്ള കടങ്ങൾക്കെന്നാക്കിയിരിക്കുന്നു. പരിധി 1 ലക്ഷം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തി ഒക്ടോബർ 1 ഇറങ്ങിയ ഉത്തരവ് പരിഗണിക്കുന്നത് 2014 മാർച്ച് 31 മുമ്പ് കുടിശ്ശികയായ സർക്കാർ ശമ്പളം പറ്റാത്ത പട്ടികവർഗക്കാരുടെ 1 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾക്ക് മാത്രം. ഒരു കുടുംബത്തിൽ ഒരാൾക്കേയുള്ളൂ യോഗ്യത. ഈ ഉത്തരവ് മുന്നിൽ വെച്ച് സംസ്ഥാനത്താകമാനമുള്ള പട്ടികവർഗക്കാരോട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചോദിച്ചു. പക്ഷേ കടമെഴുത്തള്ളുന്നതിന്റെ ഗുണം ആർക്കും ലഭിച്ചില്ല. എവിടെ പോയി ഈ പണമെല്ലാം? ഇതറിയാൻ ഞങ്ങൾ മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ മണ്ഡലത്തിൽ തന്നെ പരിശോധിച്ചു. ജയലക്ഷ്മിയുടെ വാർഡിലെ ബാങ്കിൽ എഴുതിത്തള്ളിയവരുടെ ലിസ്റ്റാണിത്. ജയലക്ഷ്മിയുടെ കുടുംബമായ പാലോട്ടെ വെള്ളൻ എഴുതിത്തള്ളിയത് 2,12,761 രൂപ. പാലോട്ട് അച്ചപ്പൻ 2,02,959 രൂപ. മറ്റൊരു പാലോട്ട് അച്ചപ്പൻ 1,29,016 രൂപ. പാലോട്ട് കോപി 1,81,100 രൂപ. പാലോട്ട് കീരൻ 1,02,380 രൂപ. 1 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ എഴുതിത്തള്ളി സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ജയലക്ഷ്മി ചെയ്ത നിയമലംഘനം. പി കെ ജയലക്ഷ്മി എന്ന മന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഗൗരവമായി വിലയിരുത്താൻ സമയമായി. അത് വിലയിരുത്തണമെങ്കിൽ ആദിവാസി കുടികളിൽ എന്തു നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അറിയണം. അരിയും റാഗിയും ഒക്കെ കൊടുത്തിട്ടും ആദിവാസികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പരാതി പറയുന്നത്. അവിടെയുള്ള പല പ്രശ്നങ്ങളുടെ കൂടെ പല തെറ്റിയാലും വ്യാഖ്യാനിച്ചാലും ഒരു കാര്യം ഉറപ്പ്: ഊരുകളിലെല്ലാം മതിയായ തോതിൽ ഭക്ഷണമില്ല, കക്കൂസുകളിൽ വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല. മറ്റൊരു മന്ത്രി ഇതേപ്പറ്റി പറയുന്നത് കേൾക്കുക. പ്രശ്നം വെച്ചാൽ അവിടെ മദ്യത്തിന്റെ വ്യാപകമായ ഉപയോഗം നമ്മൾ കാണാതെ പോകരുത്. ഗർഭിണികളായ അട്ടപ്പാടിലെ ട്രൈബൽ സ്ത്രീകൾ പോലും ഈ ചാരായം കഴിക്കുകയാണ്. ഗർഭിണികളുടെ മദ്യപാനമാണ് കുട്ടികളുടെ മരണത്തിനൊരു കാരണം എന്ന് പറയുമ്പോൾ എന്തു തെളിവാണ് മന്ത്രി KC ജോസഫിന്റെ കയ്യിലുള്ളത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞോ? അവിടുത്തെ വെൽഫെയർ ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? പോഷകാഹാരക്കുറവ് കൊണ്ടാണ് കുട്ടികൾ മരിക്കുന്നത് എന്ന് എല്ലാ പഠന സംഘങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പോഷകാഹാരക്കുറവെന്നാൽ ഭക്ഷണമില്ലായ്മയാണ് എന്ന് ആദിവാസി കുടികളിൽ ചെന്നാൽ മനസ്സിലാകും.